ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അപ്പു ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന CS റാങ്കിലാണ്. നമ്മുടെ ചേച്ചി കൊണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നേരെ വേറെ ഒരു കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നെൻ്റെ ചേച്ചിയുണ്ട്, ഞാനും ഉണ്ട്, പിന്നെ വേറെ രണ്ടുപേരുണ്ട്. അതാരാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ ആദ്യത്തെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മാച്ച് നമ്മൾ ഒരു M500ഉം ഒരു മഷ്റൂമും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കിടന്ന് ചുമ്മാ ചാടിത്തുള്ളി കളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്ലാൻ പറഞ്ഞാൽ ഇതുവഴി അങ്ങ് കയറി ചെല്ലാണ് നമ്മുടെ ഒരു പ്ലാന്. ഇതുവഴിയാണ് നമ്മളെപ്പോഴും പോവാറുള്ളത് ഈ ഒരു മാപ്പ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനം വരെ ഇറങ്ങി കയറി ചാടി പോവാണ്. അപ്പോൾ ഇതിനം വരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അവിടെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും, അവിടെ ആയിട്ട് നല്ല ഫൈറ്റ് കിടക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു എനിമിനെ കണ്ട്. അപ്പോൾ നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി നേരെ കയറി ചെല്ലുക. അപ്പോൾ അവനാണ് ഇങ്ങോട്ട് കയറുന്നത്. അവനാണ് ഒരു ഇച്ചിരി ഹിറ്റിങ് കൊടുത്ത് അപ്പോഴത്തേക്കും നമ്മൾ അവനെ നോക്ക് ചെയ്ത് 39 ഡാമേജ് കൊടുത്താണ് നമ്മൾ നോക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തു നിന്ന് അടി വന്നുകൊണ്ട് നമ്മളിപ്പോൾ ഊക്കോം കിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഇതുവരെ നമ്മൾ താഴെ ഇറങ്ങി ഇച്ചിരി ഹീൽ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നത് വെച്ചാൽ അടി കിട്ടിയ സ്ഥലത്തോട്ട് നമുക്ക് പോകുന്നത് വെച്ച്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ പുതിയ ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ മേളോട്ട് കയറുന്നതിനും വേറൊരുത്തി ഇതേ ഇവിടെ നിൽക്കുന്നു. അവളെ അടിച്ചു കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി ഇവിടെ നോക്കായി കിടപ്പുണ്ട്. ആ ചേച്ചിനെ റിവൈവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഡ്രോപ്പിൻ്റെ അങ്ങോട്ട് പോകണം ഗൈസ്. ഡ്രോപ്പിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഉപകാരമാകത്തില്ല. അപ്പോൾ ഡ്രോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഡ്രോപ്പിൽ നിന്ന് നമുക്കൊരു വാൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടീമേറ്റ് അവിടെ നോക്കായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും 2 എനിമീസ് വരുന്നു. അപ്പോൾ ഒരുത്ത പൂക്കോക്കിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തി എന്നെ അടിക്കാൻ വരുന്നുണ്ട്. ഞാൻ അവൾ ഓടിച്ചാടി വരുമ്പോൾ തന്നെ M500 തലക്കിട്ട് ഒരെണ്ണം കൊടുക്കാൻ ചോദിച്ചു. പക്ഷെ അത് കൊണ്ടില്ല. എന്നിട്ട് ഞാനിങ്ങോട്ട് അവളെ അടിക്കാൻ വന്നപ്പോൾ അവൾ അങ്ങോട്ട് പോയി. ലാസ്റ്റ് തന്നെ അവൾ വാൾ വെച്ച് വെട്ടി കൊല്ലുന്നുണ്ട്. ഞാൻ അവിടെ നോക്കായി കിടക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഇപ്പോൾ എൻ്റെ ചേച്ചി തന്നെ രക്ഷിക്കാൻ നോക്കും. ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചാടി വരുന്നുണ്ട്. ചേച്ചി അവളെ കുറേ അടിക്കാൻ നോക്കി, പക്ഷേ അവൾ ചേച്ചീനെയും വാൾ വെച്ച് വെട്ടിക്കൊന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് തോറ്റി. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഒരു റൗണ്ട് തോറ്റാലും കംബാക്ക് അടിക്കും. അങ്ങനെ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ നമ്മൾ ആദ്യം ഈ ഫാമസ് എടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ അത് ഈ ഒരു കണ്ണെടുത്ത്, പിന്നെ ഒരു ഗ്ലൂ വാളും എടുത്ത്, ഒരു ഹെൽമെറ്റും എടുത്ത് നമ്മൾ സെറ്റായി. അടുത്ത റൗണ്ട് നമ്മളിപ്പോഴും ഇങ്ങോട്ടാണ് പോകാറുള്ളത്. ഈ മാപ്പ് വരുമ്പോൾ നമ്മളിപ്പോഴും ഇങ്ങോട്ട് പോകും. അതാണ് വ്യത്യാസം. ഇതിൽ വഴി കയറി നമ്മൾ മേളിൽ ചെല്ലാനുള്ള പ്ലാനാണ്. മേളിൽ ചെന്നിട്ട് അവിടെ ഇച്ചേരം ഇരുന്നിട്ട് എല്ലാവരും അടിച്ച് കൊല്ലാന്നുള്ള പ്ലാനാണ്. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അവിടെ വരും. ഞാനവിടെ എനിമിനെ ആരെങ്കിലും കാണുന്ന പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്ഥാനത്തിൽ കയറി ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്നെ ആരോ നോക്കാക്കി അവിടെ നിന്ന് അടിച്ച്. അപ്പോഴത്തേക്കും ചേച്ചി എന്നെ റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹീൽ കൊടുക്കുക. അപ്പോഴത്തേക്കിനും കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. 2 ആൾക്കാർ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് പെട്ടെന്ന് ഹീൽ ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് അടിയിടുന്നു. ഞാൻ പെട്ടെന്ന് ചേച്ചിക്ക് അടിയിട്ടടിക്കാൻ വേണ്ടി ഗ്ലൂ ആയിട്ടെങ്കിലും ചേച്ചി നോക്കായി. ചേച്ചി അവർ ചേച്ചീനെ കൊന്ന്. പിന്നെ അവരെ ഞാൻ കൊല്ലാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവരെ പിന്നെ എന്നെ നോക്കാക്കി കില്ല് ചെയ്ത് ഗൈസ് എന്നെ. പിന്നെ നമ്മുടെ ടീംമേറ്റിൻ്റെ കളി നോക്കാം. ടീംമേറ്റാണ് അവരെ എയിം ചെയ്ത് അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇച്ചിരി ഹിറ്റൊക്കെ കയറുന്നുള്ളു. അപ്പോഴത്തേക്കും അവർ അവിടെ ഒരു ഗ്ലൂവാളിട്ട് കവർ ചെയ്ത് ഇപ്പോൾ ഉണ്ട്. ഇച്ചിരി ഹിറ്റേ കയറുന്നുള്ളു ടീംമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട്. കൊണ്ടില്ല ഗൈസ്, ഇപ്പം അടിച്ചിട്ട് കൊണ്ടില്ല. ഇപ്പം ഇവൻ നോക്കായി ഇപ്പോൾ താഴത്തോട്ട് വീഴും. പക്ഷേ അപ്പോഴത്തേക്കിനും ചത്തുപോകും. കളി തീരും. ഇപ്പോൾ കളി തീരുന്നു. 2 പേരെയും കൊന്ന്. ഈ പെണ്ണാണ് ഗൈസ് സീനി. ഇവള് നല്ലോണം അത്യാവശ്യം കളിക്കുന്നുണ്ട്. അത് കാരണം ഇവർ 2 പേരെയും കൊന്ന്. അടുത്ത കളിയിൽ നമ്മളിപ്പോൾ അടുത്ത കളി അപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഗൈസ്. അടുത്ത കളിയിൽ നമ്മൾ M5ഉം MP5ഉം അതൊരു അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ലെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ ഇച്ചിരിയൊക്കെ ഷൂട്ടൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കളി എങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറി ചെല്ലുന്നുണ്ട്.
മേലോട്ട് കയറി ചെല്ലുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് എനിമി നിൽക്കേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ വന്ന് എനിമി നിന്നില്ല. ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തായിട്ട് കുറച്ച് എനിമീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ടീമേറ്റേ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കിനും ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു എനിമി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ അടിച്ചോല്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്നപ്പോൾ അവൻ മറ്റേ സ്നോ ബോംബ് എടുത്തെറിഞ്ഞ്. അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ പേരുണ്ട്. എൻ്റെ ടീമേറ്റിന് മാത്രം അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കിടക്കാച്ചൊരു ഹെഡ് ഷൂട്ട് ഒരാൾക്ക് കൊടുത്ത്. പക്ഷേ എൻ്റെ ടീമേറ്റ് അത് ഗുമ്മിയെടുത്ത്. അപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ ഊക്കോങ്ങിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ടീമേറ്റ് അവിടെ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് കവർ ചെയ്ത് ടീമേറ്റ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും കളി ജയിച്ച് ഞങ്ങൾ കളിയൊക്കെ ജയിച്ച് ഒരു കളി. അപ്പോൾ അങ്ങനെ നമ്മൾ റൗണ്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 4ാമത്തെ റൗണ്ടാണിത്. ഈ 4ാമത്തെ റൗണ്ടിൽ നമ്മളൊരു AK എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നേരത്തെ ചെയ്യുന്ന MP5 അത് പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് 2 ലെവലായിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ഈ മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാപ്പിൽ നമ്മൾ മേലോട്ട് ചാടിത്തുള്ളി പോകുന്നുണ്ട്. എനിമീനെ അടിക്കാന്നുള്ളൊരു തന്ത്രപാടിലാണ് പോകുന്നത്. ചാടിത്തുള്ളി പോയി നമ്മൾ എപ്പോഴും വരുന്ന കണക്ക് തന്നെ ഈ വഴി കൂടെ നമ്മൾ വരിക. ഈ വഴി കൂടെ വന്നപ്പോൾ നേരെ ഒരു എനിമി അവനൊക്കെ എടുക്കുമ്പോൾ ഷൂട്ട് അടിച്ച് അവിടെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു പൂക്കോങ്ങും ഗുഡുവായിട്ടുണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. എന്നിട്ട് അവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇവിടെ മാറി നിന്ന് ഹീൽ ചെയ്തപ്പോൾ ഇവിടെ സോമമായതുകൊണ്ട് നമ്മൾ അപ്പുറത്തോട്ട് മാറിയിരിക്കുക. അപ്പുറത്തോട്ട് മാറി ആ വഴി കൂടെ അതിൻ്റെ അടിക്കാൻ നോക്കാൻ വയ്ക്കുമ്പോൾ എൻ്റെ ചേച്ചി അവിടെ ആ എനിമിനെ കൊല്ലാൻ വേണ്ടി കഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ ഒന്ന് സഹായിച്ചു കൊടുത്ത് ആ എനിമിനെ അങ്ങ് എടുത്ത് വെച്ച്. പിന്നെ പുറകെ കൂടെ നല്ലൊരു ഹിറ്റ് കിട്ടി. അപ്പോൾ അവനെ നൈസായിട്ട് അങ്ങ് MP5 വെച്ച് അടിച്ചങ്ങ് നോക്ക് ചെയ്ത് കില്ല് അങ്ങ് ഫിനിഷാക്കി വെച്ച്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും അവിടെ ഒരു എനിമി നിൽക്കുന്നത്. അവനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക. അതും കൂടെ അടിച്ചത് നമുക്ക് എയ്സ് ആയേനെ. പക്ഷെ അത് പറ്റിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ടീംമേറ്റ് അവനങ്ങ് കില്ല് ചെയ്തേക്കും. അങ്ങനെ ഈ റൗണ്ട് നമ്മളങ്ങ് ജയിച്ച്. അടുത്ത റൗണ്ടിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ഗൈസ്. അടുത്ത റൗണ്ടിൽ നമ്മൾ വെസ്റ്റ് ഹെൽമെറ്റും ഒക്കെ എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഗ്ലൂ വാളൊക്കെ 3 എടുത്ത് എല്ലാം സെറ്റായി. റിപ്പയർ കിറ്റും മഷ്റൂമും ഒക്കെ എടുത്ത് എല്ലാം സെറ്റായി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ആത്മവിശ്വാസമൊക്കെ വന്ന് ഈ 2 റൗണ്ട് അവന്മാരൊപ്പം തന്നെ പിടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ജയിക്കും എന്നുള്ളൊരു ഇതൊക്കെ വന്ന് ഈ റൗണ്ട് നമ്മൾ ചാടിത്തുള്ളി പോകുന്നുണ്ട് എനിമീസിനെ കൊല്ലാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആദ്യം എനിമീസിനെ ഒന്നും ഇവിടെ കാണുന്നില്ല. പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. കുറേ നേരം ഞാൻ ഇവിടെയൊക്കെ എനിമീസ് വരേണ്ടതാണ് ഈ സമയത്ത്. പക്ഷേ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ മേലോട്ട് കയറി ആരെങ്കിലൊക്കെ അടിക്കാമെന്ന് പറഞ്ഞ് പോവാണ്. മേലോട്ട് കയറിയപ്പോൾ എനിക്ക് നല്ലൊരു ഹിറ്റ് കിട്ടി. AW വെച്ച് എനിക്ക് നല്ലൊരു ഹിറ്റ് കിട്ടി. അപ്പോൾ സൂപ്പർ മെഡ് അടിച്ച് അതൊന്ന് ഹീൽ ചെയ്യാൻ പോവാണ്. ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് മേലോട്ട് കയറിയപ്പോഴാണ് ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരാൾ കിടക്കുന്നത്. അവനെ അങ്ങ് അടിക്കാൻ വേണ്ടി ഞാൻ നോക്കുവാണ്. അവന് കിടക്കുമ്പോൾ ഇച്ചിരി ഹെഡ് ഷൂട്ട് കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കി കില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ താരമായിട്ട് എടുത്തിരിക്കുന്നു. അവനെ അടിക്കാൻ നോക്കി അവനെ എടുത്ത് നോക്കായിരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പുറത്തോട്ട് വന്ന് ഇപ്പുറത്തെ അടി കയറ്റിയിട്ട് ഇപ്പുറത്തോട്ട് ഇവിടെ ഒരു വേറെ എനിമി അവനൊരു 36 ഹിറ്റും കൊടുത്ത് ഇങ്ങോട്ട് വന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ടീമിൻ്റെ അവിടെ അടിക്കുന്നുണ്ട്. പിന്നെ നൈസിന് ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു എനിമിനെ അങ്ങ് കില്ല് ചെയ്ത് കൊടുത്ത്. ഇപ്പോൾ ഞങ്ങൾ 3-2 സ്കോറിൽ നിൽക്കുവാണ്. അത് കംബാക്ക് അടിച്ച് അവർ 2 എടുത്ത് നമ്മൾ 3 എടുക്കുന്ന പറഞ്ഞ് നമ്മൾ കംബാക്ക് അടിച്ചിരിക്കുകയാണ്. എൻ്റെ MP5 ആണെങ്കിൽ പിന്നെയും ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് 3 ലെവൽ ആക്കിയിട്ടുണ്ട്. പിന്നെ AK ഉണ്ട്. തൊട്ടുള്ള ഗണ്ണ് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന കയ്യിൽ. ഗണ്ണ് മാറ്റാൻ തോന്നുന്നില്ല. ആ ഗണ്ണ് വെച്ച് തന്നെ നമുക്ക് ഈ ഫുൾ കളിയും തീർക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ലെവൽ 3 ഗ്ലൂ ആയതുകൊണ്ട് എല്ലാം സെറ്റാണ്. ഇനി എനിമീനെ അടിച്ച് വന്നാൽ മാത്രം മതി. ഇതൊക്കെ വെച്ച് ഞാൻ എനിമീനെ അടിക്കുകയെന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ആരെങ്കിലും ഓടിപ്പോവാണെങ്കിൽ അവനെ അടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എടുത്ത് ഓടിപ്പോയപ്പോൾ നമ്മൾ 235-ൻ്റെ 8 കൊടുത്ത് അവനെ അങ്ങ് ഫിനിഷാക്കി കഴിയുമ്പോൾ നമ്മൾ മേലോട്ട് കയറിപ്പോകാൻ പോവാണ്. മേലോട്ട് വേറൊരു എനിമി വരുന്നുണ്ട്. അവനെ നൈസായിട്ട് അങ്ങ് നോക്ക് ചെയ്ത് കില്ലങ്ങ് ഫിനിഷാക്കി വെച്ച്. എന്നിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കവറെടുത്ത് നിൽക്കുവാണ്. റിപ്പയർ കിറ്റൊക്കെ അപ്ഗ്രേഡാക്കി എല്ലാം സെറ്റായിരുന്നു. പിന്നെ അപ്പുറത്തായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഔട്ട്.